Hi students, welcome all. We are discussing chapter 13, limits and derivatives. In this module, we are going to discuss about derivatives. If y is a function of x, functions we have discussed in chapter 2 in our relation, and in chapter relation and functions we discuss about functions. If y is equal to f of x, then the derivative of y, then the derivative of y with respect to, that is change of y with respect to x, change of y is represented by dy by dx, that is equal to f dash x. That is dy by dx is the rate of change of, we say that it is the rate of change of y with respect to x. Change of y, y ന്റെ മാറ്റം with respect to x എന്നുള്ള വേരിയബിൾ, അതിനാണ് നമ്മൾ dy by dx എന്ന് എഴുതുന്നത്. that is equal to f dash x. f dash x കാണാനുള്ള ഒരു ഫോർമുലയുണ്ട്. f dash x is equal to limit h tends to 0. ലിമിറ്റ്സ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് കാണാൻ സാധിക്കും. f of x plus h minus f of x by h. That is, നമുക്കിങ്ങനെ പറയാം, അപ്പോൾ y is equal to f of x ആണെന്ന് വിചാരിക്കുക. y is a function of x. അപ്പോൾ y-ൽ എന്താവും? വിത്ത് റെസ്പെക്ട് ടു ഇഫ് എക്സിൽ ഒരു ചെറിയൊരു ഇൻക്രിമെൻറ്റ് സംഭവിച്ചു, ദാറ്റ് ഇസ് ഡെൽറ്റ എക്സ്. കറസ്പോണ്ടിങ് ടു ദാറ്റ് ദർ വിൽ ബി എ ഇൻക്രിമെൻറ്റ് ഇൻ y. എക്സിൽ ചെറിയൊരു ഇൻക്രീസ് സംഭവിച്ചാൽ എക്സ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയാൽ കറസ്പോണ്ടിങ് ടു ദാറ്റ് ദർ വിൽ ബി എ ഇൻക്രിമെൻറ്റ് ഇൻ y ഓൾസോ. ദെൻ ഡെൽറ്റ y is equal to എന്താ വരിക? ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ y കാണാൻ f of x plus delta x മൈനസ് എന്ത് ചെയ്യാം? ഈ y ഇങ്ങോട്ട് വരും, മൈനസ് y, വിച്ച് ഈസ് ഈക്വൽ ടു f of x plus delta x മൈനസ് y എന്ന് പറയുന്നത് f of x. ഇനി നമുക്ക് റേറ്റ് കാണണം. റേറ്റ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു അനദർ ക്വാണ്ടിറ്റിയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡിവൈഡിങ് ബോത്ത് സൈഡ് ബൈ ഡെൽറ്റ എക്സ്. ബട്ട് ഡെൽറ്റ എക്സ് ഈസ് വെരി സ്മോൾ, ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് അപ്രോച്ചസ് ടു 0. ദെൻ ദ ചേഞ്ച് ഇൻ വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ എക്സ് എന്നുള്ളതിന് പകരം നമുക്ക് ഇവിടെ എച്ച് എന്നെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ എൽ എച്ച് എസിനെ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽസ് റൈറ്റ് സൈഡിൽ ലിമിറ്റ് ഡെൽറ്റ എക്സിന് റീപ്ലേസ് ചെയ്യാം എച്ച് എന്ന്. എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ ഫംഗ്ഷൻസിൻ്റെയും എന്ത് കാണാൻ പറ്റും? ഡെറിവേറ്റീവ് കാണാൻ സാധിക്കും. ഈ ഫോർമുല യൂസ് ചെയ്ത് കാണുന്ന മെത്തേഡിനെ നമ്മൾ പറയുന്നത് ഡെറിവേറ്റീവ് യൂസിങ് ഡെറിവേറ്റീവ്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഡെറിവേറ്റീവ് കാണാൻ പറയുമ്പോൾ നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുക. ദെൻ ദ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു അറ്റ് എ പോയിന്റ് പ്ലസ് ഡി വൈ ബൈ ഡി എക്സ്, ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് എക്സ് അറ്റ് സം പോയിന്റ് എ എന്നുള്ള പോയിന്റിലാണ് കാണേണ്ടതെങ്കിൽ നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിൻ്റെ ഇവിടെ എ കൊടുത്താൽ എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഡെഫിനിഷൻ പറയാം. സപ്പോസ് എഫ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആൻഡ് എ ഈസ് എ പോയിന്റ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ ഓഫ് ഡെഫിനിഷൻ. The derivative of f at a is equal to a, that is derivative of f at a is defined by f dash a is equal to, that is derivative of f of x at x equal to a, dy by dx at x equal to a. ഈ f dash a എന്ന് മീൻ ചെയ്യുന്നത് ഇവിടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ഈക്വൽ ടു f of x ആണെങ്കിൽ then dy by dx at x is equal to a എന്ന് പറയുന്നതാണ് നമ്മൾ f dash a എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. that is equal to limit h tends to 0 f of a plus h minus f of x divided by h provided that this limit exists. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. കുറേ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഫംഗ്ഷൻസാണ് നമുക്കറിയാം? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ, അങ്ങനെ കുറേ ഫംഗ്ഷൻസ് പഠിച്ചിട്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി, where C is a real constant. ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പോകുന്നത്. സൊല്യൂഷൻ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ അതും കൂടെ പറയും.
find the derivative of x equal to c, because c is a real constant from first principle. Okay, f of x is equal to c, then we have to find f of x plus h, which is equal to c itself. Then f dash x കാണാനുള്ള ഫോർമുല എന്താ? It is equal to limit h tends to 0 f of x plus h minus f of x divided by h. That is constant function. നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും we get എൻ്റെ ഇമേജ് എന്താണ്? that is range എപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് തന്നെയാണ്. Then limit h tends to 0, here c minus c divided by h, that is limit h tends to 0, answer ഇവിടെ 0, answer is equal to 0, that is 0 limit apply the 0 divided by any number is 0, that is 0 by h is 0, then answer will be 0. അപ്പോൾ കോൺസ്റ്റന്റിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് 0 ആണെന്ന് മനസ്സിലായി. that is if, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് പറയാം y equal to constant, then rate of change of y with respect to x എന്ന് പറയുന്നത് 0. there will be no change in y corresponding to a change in x. അപ്പോൾ y is equal to c ൻ്റെ ഗ്രാഫ് നമുക്കറിയാം. this is x axis, ഇത് y axis, y axisൽ c എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് f of x equal to c, that is y equal to c. അപ്പോൾ എക്സിൽ ഒരു ചേഞ്ച് ഉണ്ടായി, എക്സ് ഇപ്പോൾ 1 നിന്ന് 2 എത്തി. എന്താണ് വൈയിൽ ഉണ്ടായ ചേഞ്ച്? ഇറ്റ് ഇസ് നോ ചേഞ്ച് ഇൻ വൈ. വൈ എന്താ? c തന്നെയാണ്. ദർ ഇസ് നോ ചേഞ്ച്. അങ്ങനെ എഴുതാം. പിന്നെ എഴുതുന്ന വേറൊരു മെത്തേഡ്, ഇഫ് f of x is equal to c, then f dash x, that is ഡെറിവേറ്റീവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് f dash x ആണ്. അതെന്തായിരിക്കും? 0. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് d by dx, that is ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 0. ഇതൊരു റിസൾട്ടാണ്, ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഫൈൻഡ് the derivative of f of x is equal to x from first principle. Okay, you know that f of x is equal to x given function. നമുക്ക് എന്ത് കാണണം? f of x plus h we have to find, that is equal to replacing x by x plus h, then derivative കാണാനുള്ള ഫോർമുല f dash x is equal to limit h tends to 0 f of x plus h minus f of x divided by h. Next step, which is equal to limit h tends to 0 f of x plus h എന്ന് വെച്ചാൽ it is x plus h minus f of x is x divided by h equals limit h tends to 0, x get cancelled, then we get h by h is 1. Limit h tends to 0, 1, constantly limit apply that, we get that constant itself. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ പറ്റിയത് if y is equal to x, then dy by dx equal to 1. y x ആണെങ്കിൽ rate of change of y with respect to x equal to 1. f of x is equal to x ആണെങ്കിൽ and what is f dash x? f dash x is equal to 1. ഇങ്ങനെ 2-3 രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. that is d by dx of v mean derivative of x with respect to x is equal to എന്താ? 1. എല്ലാം ഒന്നാണ്. ഇതും ഒരു റിസൾട്ടായിട്ട് നമുക്ക് പഠിച്ചു വയ്ക്കാം. d by dx of x is always equal to 1. Clear? Next question number 3. If the function is f of x is equal to x square, we are going to find the derivative using first principle. For that നമുക്ക് ആദ്യം x plus h കാണണം. That is equal to replace x by x plus h whole square equal to x square plus 2xh plus h square. Then subtract ചെയ്യാം f of x plus h ൽ നിന്നും f of x subtract ചെയ്യാം. Then we get x square plus 2xh plus h square minus x square. X square will get cancelled, we get 2xh plus h square. Then we write the formula for finding derivative, that is f dash x is equal to limit h tends to 0 f of x plus h minus f of x divided by h. നമുക്ക് ഇവിടെ കണ്ടിട്ട് f of x plus h minus f of x by h എന്താ? it is 2xh plus h square divided by h, where h tends to 0. Taking h outside, 2x plus h by h, which will get cancelled. Applying limit, if substitute h is equal to 0, then we get 2x plus 0. Answer is 2x. Clear? ഈ ലിമിറ്റ്സ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ലിമിറ്റ്സിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ലിമിറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് സ്പെഷ്യൽ ലിമിറ്റ് നമുക്കറിയാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ എ റൈസ് ടു എൻ മൈനസ് 1. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 0, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ലിമിറ്റ്സ്.
limit x tends to 0, cos x is always equal to 1, and limit x tends to 0, sin x by x is equal to 1. ഈ റിസൾട്ടെല്ലാം നമുക്ക് കാണാതെ പറയുന്നത് നല്ലതാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇഫ് ഇറ്റ് ഈസ് എക്സ് റൈസ് ടു 7, ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താ? ഇറ്റ് ഈസ് എക്സ് പ്ലസ് എച്ച് റൈസ് ടു 7. നമുക്ക് ഹോൾ റൈസ് ടു 7 എക്സ്പാൻഡ് ചെയ്യാൻ കുറച്ച് വിഷമമുണ്ട്, ബുദ്ധിമുട്ടാണ്. ഇവിടെ ഫോർമുല എഴുതാം. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിൻ്റെ ഇവിടെ എക്സ് പ്ലസ് എച്ച് റൈസ് ടു 7 മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. y ഈക്വൽസ് എക്സ് പ്ലസ് എച്ച്. ടേക്ക് y ഈസ് ഈക്വൽ ടു എന്തെടുക്കാം? എക്സ് പ്ലസ് എച്ച്. ഇനി എച്ച് എന്താ പറയുന്നത്? എച്ച് ടെൻസ് ടു 0, ദറ്റ് മീൻസ് y ടെൻസ് ടു എക്സ്. എച്ച് 0 ആവണമെങ്കിൽ y എക്സ് ആവും. ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് y tends to x, y raised to 7 minus x raised to 7 by, what is h? We can find h from this equation, that is y equal to x plus h, then h is equal to y minus x. This is of the form, ഈ ഫോർമുല വരുന്നുണ്ട്, x raised to n minus a raised to n by x minus a, that is n is 7 and a is x. n a raised to a 7 raised to n minus 7 x raised to 6. അപ്പോൾ ഏത് പവർ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ സാധിക്കും. ഇനി കുറച്ച് പ്രോബ്ലംസ് നെക്സ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.